സാധാരണ ഒരു മരണവാർത്ത അറിഞ്ഞാൽ നമ്മളൊന്നുകിൽ ദുഃഖിക്കും. നമുക്കൊരു പരിചയവും ബന്ധവും ഇല്ലാത്ത ആളാണെങ്കിൽ നിർവികാരരായിരിക്കും. പക്ഷേ ചിരിക്കില്ല. അതൊരു മോശം കാര്യമായിട്ടാണ് എല്ലാവരും വയ്ക്കുന്നത്. ഒരാൾ മരിക്കുന്നത് അയാൾ നമ്മളുടെ പരമശത്രുവായിരുന്നെങ്കിലും ഉള്ളിൽ നമുക്ക് സന്തോഷം ഉണ്ടായാൽ പോലും നമ്മൾ ചിരിക്കുകയില്ല. അതൊരു മര്യാദയല്ലല്ലോ. പക്ഷേ മരിക്കുമ്പോഴും നമ്മളെ ചിരിപ്പിച്ച് അടങ്ങൂ എന്ന് ചിലർ തീരുമാനിച്ചാൽ നമ്മളെന്ത് ചെയ്യും? തമിഴ്നാട്ടിലെ നാഗപട്ടണം എന്ന സ്ഥലം, അവിടെ ഒരാൾ പൊള്ളലേറ്റ് മരിച്ചു. കല്യാണസുന്ദരം, 45 വയസ്സേ ഉള്ളൂ ആളിന്. ഇയാൾക്ക് പൊള്ളലേൽക്കാൻ കാരണം ഇയാൾ ട്രംപിൻ്റെ കോലം കത്തിക്കാൻ പോയി. ട്രംപ് ചെയ്ത കുറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിക്കോളാസ് മെഡൂറോയെ പിടിച്ചുകൊണ്ട് പോയി. അതിൽ പ്രതിഷേധിച്ച് ട്രംപിൻ്റെ കോലം കത്തിക്കാൻ തീരുമാനിച്ചു തമിഴ്നാട്ടിലെ CPM. തമിഴ്നാട്ടിലെ CPM ഉണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ CPM ഇല്ലാതായിട്ടില്ല. പലരും പറയാറില്ലേ CPM ഒരു മൂലയ്ക്കായി പോയി കേരളത്തിൽ മാത്രം. അങ്ങനെയൊന്നുമല്ല. തമിഴ്നാട്ടിൽ അവിടെ ഇവിടെയൊക്കെ ഈ ചെറിയ ചൊറി ചരങ്ങ് പോലെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ നാഗപട്ടണത്തും ഈ സംഭവം നടക്കുന്നത് ജാനുവരി 29-നാണ്. അതായത് മെഡൂറോയെ പിടിച്ചുകൊണ്ട് പോയിട്ട് ദിവസം കുറേ ആയി. ഇത് പക്ഷേ നാഗപട്ടണത്തുകാർ അറിഞ്ഞ് അവിടുത്തെ CPMകാർ പതുക്കെ എണീറ്റ് വന്ന് ആളെ തപ്പി ആളെയൊക്കെ അവിടെ ഒരു ലോക്കൽ കമ്മിറ്റിക്കുള്ള ആൾ പോലും കാണുന്നില്ല. അങ്ങനെ അവർ 4-5 പേര് കൂടിയിട്ട് എടാ കല്യാണസുന്ദരം നീ ഒരു കോലം കത്തിക്കാൻ ഏർപ്പാട് ചെയ്യടാന്ന് പറഞ്ഞ് ഇയാൾ എവിടുന്ന് വൈക്കോലുമൊക്കെ കൊണ്ടുവന്ന് കെട്ടി കുറേ പെട്രോൾ ഒഴിച്ച് ഇതിന് തീ കൊടുത്തു. തീ കൊടുത്ത വായിക്ക് ഇയാളുടെ മുണ്ടിനും തീ പിടിച്ചു. എന്നാൽ മുണ്ട് പറിച്ച് കളഞ്ഞ് ഓടണ്ടേ? അണ്ടർവെയർ ഇല്ലാഞ്ഞിട്ട് എന്തോ ഈ ആശാൻ ഓടിച്ചു ചുരുക്കി പറഞ്ഞ് ഭയങ്കര പൊള്ളലായി. ആശുപത്രി കൊണ്ടുപോയി, മരിച്ചുപോയി. 2 ദിവസം ആശുപത്രി കിടന്നു അർദ്ധപ്രാണനായിട്ട്. ഇങ്ങനെ ഒരാൾ മരിച്ചാൽ നമ്മൾ ചിരിക്കാതിരിക്കുന്നത്. മെഡൂറോ എവിടെ കിടക്കുന്നു? നാഗപട്ടണത്ത് കല്യാണസുന്ദരം എവിടെ കിടക്കുന്നു? പാവം കല്യാണസുന്ദരത്തിന് ഇത് ആരാന്ന് പോലും അറിയാമല്ലോ കേട്ടോ. ഇവരാരെങ്കിലും പറഞ്ഞു കാണും മെഡൂറോയെ പിടിച്ചുകൊണ്ട് പോയി. കൊണ്ടുപോയി എന്ന് പോട്ടെ. അങ്ങനെയല്ല, നമ്മളതിൽ പ്രതിഷേധിക്കണം. നമ്മളെന്ത് ചെയ്യണം? ട്രംപിൻ്റെ കോലം കത്തിക്കണം. അപ്പോൾ കോലം കത്തിക്കുകയാണെങ്കിൽ തീരുമാനിച്ച് അതിനിടയ്ക്ക് ഒരു തമിഴ് മറ്റവനോട് ചോദിച്ച് യാരയ്യ എന്ത് ട്രംപ് എന്ന് ചോദിക്കും. കാരണം ട്രംപ് ആരാണ്? നാഗപട്ടണത്ത് തമിഴിന് ട്രംപ് ആരാണ്, മെഡൂറോ ആരാന്ന് വല്ല വിവരമുണ്ട്? ഒക്കെ രസം. തനിക്ക് വേണ്ടി ഇങ്ങനെ ഒരാൾ നാഗപട്ടണത്ത് മരിച്ചു എന്ന് മെഡൂറോ അറിയണ്ടേ? അയാൾക്ക് ഭൂമിയിൽ തമിഴ്നാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ടെന്ന് മെഡൂറോയ്ക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ തന്നെ അവിടെ നാഗപട്ടണം ഉണ്ടെന്ന്, അവിടെ ഒരു കല്യാണസുന്ദരം ഉണ്ടെന്നും അയാൾക്ക് തന്നോട് ഭയങ്കര സ്നേഹമാണെന്നും തനിക്ക് വേണ്ടി പ്രാണം കളഞ്ഞു മെഡൂറോ എങ്ങനെ അറിയാനാണ്? എനിക്ക് മനസ്സിലായി CPM എന്ന് പറയുന്ന പാർട്ടിക്കല്ലാതെ ഇങ്ങനെ മണ്ടത്തരം കാണിക്കാൻ പറ്റില്ല. ഇവിടെ കേരളത്തിൽ പ്രതിഷേധം നടന്നു തിരുവനന്തപുരത്ത്, നിങ്ങൾ അറിഞ്ഞില്ലേ? ഞാനിതിൻ്റെ വീഡിയോ കൊണ്ട് ഞെട്ടിപ്പോയി. ഒരു 5-8 പേരുണ്ട്. അവരുടെ നേതാവ് നമ്മുടെ ഷിജു ഖാൻ, അങ്ങനൊരു കക്ഷിയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇടയ്ക്ക് ഈ TV ചർച്ചയിലൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുകയും ടെമ്പറേച്ചർ കൂട്ടുകയും പുള്ളി തന്നെത്താനെ വിറയ്ക്കുകയും ബാക്കിയുള്ളവരെ വിറപ്പിക്കുകയൊക്കെ ചെയ്യുന്ന വീരനാണ് ഷിജു ഖാൻ. ഷിജു ഖാൻ ഈ TVക്കാരുടെ ക്യാമറ കണ്ടു കഴിഞ്ഞപ്പോൾ പൊട്ടിത്തെറിച്ച് ട്രംപ് രാജിവെക്കണം, ട്രംപ് മാപ്പ് പറയാതെ ഞങ്ങൾ പിരിഞ്ഞു പോവില്ല എന്ന് പറഞ്ഞ്. എവിടെ? തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഷിജു ഖാൻ പിരിഞ്ഞു പോയില്ലെങ്കിൽ ട്രംപിനെന്താ? ഷിജു ഖാൻ അവിടെ കിടന്ന് പാട്ടിൽ കിടന്ന് ചത്തുപോകും. അല്ലാതെ ട്രംപിന് വല്ല കുലുക്കും വരെ. ഇവരൊക്കെ എന്താ വിചാരിക്കുന്ന അവനവനെ പറ്റി? പ്രത്യേകിച്ച് CPMകാർ എനിക്ക് മനസ്സിലാവുന്നില്ല. ട്രംപ് രാജിവെക്കാതെ പിരിഞ്ഞു പോകില്ല. വേറൊരാൾ ട്രംപിൻ്റെ കോലം കത്തിച്ച് അയാൾ മേലാസകലം പൊള്ളി മരിച്ചുപോയി. പാവം അയാളുടെ കുടുംബക്കാർക്ക് പോയി. ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞാൽ CPMനല്ലാതെ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. ഞാനിത് ഈ സംഭവം ജാനുവരി 29-ന് മനോരമ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തു. പ്രിൻ്റ് എഡിഷനിൽ വന്നില്ല, വന്നതായിട്ട് ഞാൻ കണ്ടില്ല കേട്ടോ. മറ്റ് ചാനലുകളൊന്നും ഇത് റിപ്പോർട്ട് ചെയ്തില്ല. കാരണം ഇതിൻ്റെ ക്ഷീണം അതിഭീകരമായിരിക്കും CPMന്. മെഡൂറോയ്ക്ക് വേണ്ടി ഇന്ത്യയിലെ ഒരു പാവപ്പെട്ട കല്യാണസുന്ദരം എന്ന് പറയുന്ന തമിഴിനെ കൊന്നുകളഞ്ഞതിൻ്റെ ഉത്തരവാദിത്വം MA ബേബി പറയേണ്ടി വരും. MV ഗോവിന്ദനും വഴി നടക്കാൻ പറ്റില്ല. ഇതൊക്കെ പ്രശ്നമാകുമല്ലോ എന്ന് കണ്ടിട്ട് ചാനലുകാരും വേണ്ടിയില്ല. പക്ഷേ സംഭവം സത്യമാണ്. ഓൺലൈനിൽ മനോരമ തന്നെയാണ് കൊടുത്തത്.
ട്രംപ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രംപിന് വേണ്ടിയിട്ട് ചാവാൻ ആളുണ്ടെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ ഡെയിലി 2-3 പേര് ചാകേണ്ടി വരും. ആ അവസ്ഥയാണ് ട്രംപിൻ്റെ. പുള്ളി ഇറാനെ ഇപ്പോൾ തീർത്ത് കളയും എന്ന് പറഞ്ഞിട്ട് USS എബ്രഹാം ലിങ്കൺ, ഇവരുടെ അമേരിക്കയുടെ പടക്കപ്പലുകൾക്കൊക്കെ അവരുടെ പഴയ പ്രസിഡൻറ്റിൻ്റെയൊക്കെ പേരിടും. ഹാരി എസ് ട്രൂമാൻ എന്നൊക്കെ പറഞ്ഞു. അതിലൊന്നാണ് എബ്രഹാം ലിങ്കൺ. ഒറിജിനൽ എബ്രഹാം ലിങ്കൺ വേറെ, ഇത് പടക്കപ്പലാണ്. പടക്കപ്പലെന്ന് പറഞ്ഞാൽ വലിയൊരു വിമാനവാഹിനി കപ്പൽ, അതിന് ചുറ്റും 8-10 ഫൈറ്റർ, പിന്നെ അതിൻ്റെ വിമാനം, അതിൻ്റെ മിസൈൽ, അതിൻ്റെ ഹെലികോപ്റ്റർ, ചുരുക്കി പറഞ്ഞ് വലിയൊരു സൈന്യം എന്ന് വിചാരിച്ചാൽ മതി. ഒരു 10-25 ഏക്കർ സ്ഥലം വേണം ഈ എബ്രഹാം ലിങ്കൺ ഒന്ന് ചലിക്കണമെങ്കിൽ. ആ രീതിയിലുള്ള സന്നാഹമാണ്. അത് ഞാൻ ഇറക്കിയിട്ടുണ്ടടാ ഖമൈനി, നിൻ്റെ അന്ത്യം അടുത്തു. ഇതാണ് ട്രംപ് കൊടുത്ത വാണിംഗ് കൊടുത്തിട്ട് ദിവസം 10-12 ആയി കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇതിൻ്റെ രണ്ടിലൊന്നും അറിയാമെന്ന് വിചാരിച്ചു, പക്ഷേ രണ്ടിലൊന്നും അറിയാൻ പറ്റുന്നില്ല. ഈ എക്സർസൈസ് കളിക്കുന്നതല്ലാതെ അമേരിക്ക ഇറാനെയും തൊടുന്നില്ല, ഇറാൻ അമേരിക്കയും തൊടുന്നില്ല. ഇറാനിൽ ഖമനൈ പറഞ്ഞു തന്നെ ഞാൻ തട്ടിക്കളയും, അമേരിക്ക വരെ വരുന്ന മിസൈലൊന്നും എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, തൻ്റെ ഖത്തറിലും സൗദി അറേബ്യയിലുമൊക്കെ ഉള്ള ബേസ് ഉണ്ടല്ലോ, പട്ടാള ബേസ്, അത് ഞാൻ തകർത്ത് കളയും. ഇത് കേട്ട പാടെ അമേരിക്ക, സംഗതി കുഴപ്പമാണേ, അമേരിക്കയുടെ ഏറ്റവും വലിയ ബേസ് ഖത്തറിലാണ്. 10,000 അമേരിക്കൻ പട്ടാളക്കാരുണ്ട്. ഞാനിതിനു മുമ്പത്തെ വീഡിയോയിൽ ഈ സംഭവം നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇവരെല്ലാം കൂടെ കണ്ണിക്കണ്ട തോക്കും കൈ കിട്ടിയതെല്ലാം എടുത്തിട്ട് ഓരോ വിമാനത്തിൽ കയറി രക്ഷപ്പെട്ടു, തിരിച്ച് അമേരിക്കയിലേക്ക് പോയി. ഇപ്പോൾ 10-50 പേരേ ഉള്ളൂ. കഷ്ടിച്ചവിടെ ഈ ലൈറ്റ് ഓൺ ഓഫ് ചെയ്യാനൊക്കെ ആൾ വേണമല്ലോ, ഗേറ്റ് പൂട്ടാൻ തുറക്കാനൊക്കെ, അവർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ സ്ഥലം വിട്ടു, ബേസ് കാലിയാക്കി. അത്രയ്ക്ക് ധൈര്യശാലികളാണ് അമേരിക്കക്കാർ. നിങ്ങൾ ആലോചിച്ച് നോക്കി, കഴിഞ്ഞ തവണ 12 ദിവസത്തെ യുദ്ധം അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചു, ഓർമ്മയുണ്ടല്ലോ. അന്ന് അമേരിക്കയിൽ നിന്ന് B-2 ബോംബർ വിമാനങ്ങൾ 2 എണ്ണം നോൺ സ്റ്റോപ്പായിട്ട് പറന്ന് ഇറാനിൽ വന്ന് ബോംബിട്ടിട്ട് തിരിച്ച് അമേരിക്കയിലേക്ക് പോയി. ഒരു പ്രശ്നമില്ല, അത് പുഷ്പം പോലെ പോയി. ആ അമേരിക്ക ഇപ്പോൾ പടക്കപ്പലുമായിട്ട് കടലിലിറങ്ങി അവിടെ കിടന്ന് ഇറാനെ വെല്ലുവിളിക്കേണ്ട കാര്യം എന്താ? ആക്രമിക്കണമെങ്കിൽ നേരെ ആകാശം വഴി വന്നിട്ട് അങ്ങ് ആക്രമിച്ചിട്ട് പോയാൽ പോരെ. ഇവർക്ക് അതിനുള്ള കഴിവൊക്കെ ഉണ്ടല്ലോ. പക്ഷേ അത് വേണ്ടാന്ന് വെച്ചു. അതിന് പകരം പടക്കപ്പലിറക്കിയത് എവിടെയാണെന്ന് ആരും പറയുന്നില്ല. എല്ലാ ഇൻ്റർനാഷണൽ ദുരന്തരന്മാരും പറയുന്നത് ഈ പടക്കപ്പൽ എവിടെ കിടക്കുന്നു എന്ന് ആർക്കും അറിയില്ല. ഇത് ആർക്കും അറിയാൻ പറ്റത്ത്, ഇത്ര വലിയ പണ്ടാരം കടലിൽ കിടക്കുന്നത് എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞൂടെ. എത്ര സാറ്റലൈറ്റ് എന്തെല്ലാം നമ്മുടെ ഇന്ത്യയോട് ചോദിച്ചാൽ മതിയല്ലോ. എബ്രഹാം ലിങ്കൺ എവിടെയാണ് കടലിൽ കിടക്കുന്നത്? ദേ ആ പടിഞ്ഞാറ് വശം കിടപ്പുണ്ടെന്ന് പറയും. നമ്മുടെ മീൻ പിടിക്കാൻ പോകുന്ന തൊഴിലാളികൾ പറയും ഇന്ന സ്ഥലത്ത് കിടപ്പുണ്ട് എബ്രഹാം ലിങ്കൺ. ആ ലിങ്കണാണോ പിങ്കണാണോ അവിടെ വലിയൊരു കപ്പൽ കിടപ്പുണ്ട് എന്ന് പറയും. ഇത് ഇത്ര വലിയ പണ്ടാരമാണെന്ന് ഈ സാധനം. ഇതിങ്ങനെ കാണാതെ ചെറിയ സാധനമൊന്നും അല്ല. പക്ഷേ വിദഗ്ധന്മാർക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് സ്പെക്കുലേഷൻ. എബ്രഹാം ലിങ്കൺ ഒരുപക്ഷേ ഇസ്രായേലിന് കിഴക്കുവശം മെഡിറ്ററേനിയൻ കടലിലായിരിക്കും കിടക്കുന്നത്. അവിടെ നിന്ന് നേരെ ഇറാനെ ആക്രമിക്കാനായിരിക്കും പണി. അടുത്ത വിദഗ്ധൻ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, സൗദി അറേബ്യയുടെ പടിഞ്ഞാപ്പുറം ചെങ്കടൽ കിടപ്പില്ലേ, ചെങ്കടലിലാണ് ഇത് താവളമടിച്ചിരിക്കുന്നത്. അവിടെ നിന്നും ഇറാനെ ആക്രമിക്കാൻ കുറച്ചുകൂടെ അടുത്താണ്. ചെങ്കടൽ അടുത്ത ആൾ, ചെങ്കടലിൽ പറ്റില്ലപ്പാ, ചെങ്കടലിൽ കിടന്നു കഴിഞ്ഞാൽ ഹൂത്തികൾ ആക്രമിക്കില്ലേ? പറഞ്ഞ പോലെ അത് ശരിയാണ്. ചെങ്കടലിലൂടെ അമേരിക്ക എങ്ങാനും കടന്നു കഴിഞ്ഞാൽ ഹൂത്തികൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തീർത്ത് കളയും, വേറെ ആരുടെ കപ്പൽ വേണമെങ്കിലും പോട്ടെ. കപ്പൽ പോകാതിരിക്കാൻ പറ്റില്ല, അതാണ് ചെങ്കടലിൻ്റെ കിടപ്പ്. ഈ സൂയസ് കനാൽ കഴിഞ്ഞ് വരുന്ന ഇടുക്ക്, അതിനെയാണ് ചെങ്കടൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ കടന്നു കഴിഞ്ഞാൽ ഹൂത്തി തല്ലും. ഹൂത്തിയെ പേടിച്ച് ആരും അതിലും പോകാറില്ല. നമ്മൾ മാത്രമാണ്, ഇന്ത്യൻ നേവി മാത്രമാണ് ഹൂത്തികളുമായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇന്ത്യൻ നേവി പറഞ്ഞു. കാരണം നമ്മളോട് ഒരിക്കൽ ഇവർ ഒന്ന് മുട്ടി നോക്കി ഈ ഹൂത്തിയെല്ലാം കൂടെ ഉറുപ്പടക്കം നമ്മുടെ നാവികസേന പിടിച്ചു. ഹൂത്തി പറഞ്ഞു ആളെ വിട്ടതാ ചേട്ടാന്ന്. ആളെയൊക്കെ വിട്ടുതരാം, ഈ തെമ്മടുത്തരെ ഇന്ത്യയോട് കാണിക്കരുത്. മനസ്സിലായല്ലോ? ഹൂത്തി പറഞ്ഞല്ല, അത് ഞങ്ങൾക്കൊരു കയ്യബദ്ധം പറ്റിപ്പോയതാണ്, ചേട്ടനെ ഞങ്ങളൊന്നും ചെയ്യില്ല.
അങ്ങനെ ഇന്ത്യൻ കപ്പലുകളെ ഹൂത്തി തൊടുകില്ല എന്ന് പറഞ്ഞ് കടലിൽ വെച്ച് തന്നെ ഹൂത്തികളുമായിട്ടൊരു കരാറുണ്ടാക്കി ഒപ്പൊന്നും ഇട്ടില്ല. ദേ മാന്യന്മാർ തമ്മിലുള്ള വാക്കാണ്. അത് തെറ്റിച്ച് കഴിഞ്ഞാൽ എൻ്റെ വിശ്വരൂപം നീ കാണുന്നു. ഇല്ല ചേട്ടാ, ചേട്ടനെ ഞാൻ ഉപദ്രവിക്കുക, അത് കൊള്ളാം. ഞാൻ ഈ അമേരിക്കയല്ലേ ഉപദ്രവിക്കുള്ളൂ. ശരി, എന്നാൽ പോയി അമേരിക്കയെ ഉപദ്രവിച്ചോ എന്ന് പറഞ്ഞ് നമ്മൾ വിട്ടിരിക്കാം. നമുക്കിതിലെന്ത് കാര്യം ഇതിലൊക്കെ തലവയ്ക്കാൻ. അപ്പോൾ ഹൂത്തി അമേരിക്കയെ ആക്രമിക്കും, അമേരിക്കൻ കപ്പലുകളെ. അതുകൊണ്ട് അവിടെ കിടക്കാൻ പറ്റില്ല. പിന്നെ വന്നും പോയും കിടക്കാനുള്ള സ്ഥലമുള്ളത് അറബിക്കടലാണ്. അറബിക്കടലിൽ കിടപ്പുണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് സൗദി അറേബ്യയുടെ മുഹമ്മദ് ബിൻ സൽമാൻ അദ്ദേഹം പറഞ്ഞു, സൗദി അറേബ്യയുടെ കരയോ കടലോ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു. ഉടക്കായില്ല. അപ്പം ഞാനും വിചാരിച്ചിടാ, ഇത് ആദ്യമായിട്ടാണ് സൗദി അറേബ്യ കയറി ഒരു ടഫ് സ്റ്റാൻഡ് എടുക്കുന്നത് അമേരിക്കയ്ക്കെതിരെ. നിസ്സാര സംഗതിയല്ല, അവർ പഴയ കൂട്ടുകാരാണല്ലോ, കരാറുള്ളതാണ്. സൗദി അറേബ്യയിൽ നിറച്ച് കുമ്പളം വെള്ളരി വിത്തൊക്കെ നമ്മൾ കുഴിച്ചിടുകില്ലേ, അതുപോലെ അമേരിക്കൻ ബേസാണ് സൗദി അറേബ്യയിൽ. സൗദി അറേബ്യ എടുത്ത് നോക്കിക്കോ, അമേരിക്കൻ ബേസ് അടയാളപ്പെടുത്തിയ സൗദി അറേബ്യയുടെ ഫോട്ടോ ഇൻ്റർനെറ്റിൽ കിട്ടും. അതിൽ ചുമന്ന കുത്തുകൾ അമേരിക്കൻ ബേസ്. സൗദി അറേബ്യ മൊത്തം വളഞ്ഞിരിക്കുകയാണ് അമേരിക്ക. അമേരിക്ക വിചാരിച്ചു കഴിഞ്ഞാൽ ഈ മുഹമ്മദ് ബിൻ സൽമാനെ മെഡൂറോയെ പിടിച്ചുകൊണ്ട് പോയതിൽ എളുപ്പത്തിൽ പിടിച്ചുകൊണ്ട് പോകാൻ അമേരിക്കയ്ക്ക് സാധിക്കും. അതിനവർക്ക് വേറെ സന്നാഹമൊന്നും വേണ്ട, സൗദി അറേബ്യയിൽ തന്നെ സന്നാഹമുണ്ട്. ഇതുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് ബിൻ സൽമാൻ പറയുന്നത്, എൻ്റെ കരയോ കടലോ ഇറാനെ ആക്രമിക്കാൻ ഉപയോഗിക്കരുത്. ഞാൻ വിചാരിച്ചു കൊള്ളാം, ആൺകുട്ടിയാണ് മുഹമ്മദ് ബിൻ സൽമാൻ. അപ്പോൾ അടുത്ത വാർത്ത വരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രി അമേരിക്കയിൽ രഹസ്യമായിട്ട് മാർക്കോ റൂബിയോയായിട്ട് കണ്ടിട്ട് പറഞ്ഞു, ഇറാനെ തല്ലുകയാണെങ്കിൽ വേഗം തല്ലിക്കൊള്ളണം കേട്ടോ, അവൻ കൂടുതൽ സ്ട്രോങ് ആയിട്ട് വരും അല്ലെങ്കിൽ. ഇതാണ് രഹസ്യമായിട്ട് പറഞ്ഞു തരും. പരസ്യമായിട്ട് പറഞ്ഞു, ഞങ്ങളുടെ എയർ സ്പേസ് ഉപയോഗിക്കുക, ഞങ്ങളുടെ സ്വഭാവം മാറും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് രഹസ്യമായിട്ട് ചേട്ടൻ തല്ലിക്കോ കേട്ടോ, വേഗം തല്ലിക്കോ അല്ലെങ്കിൽ അവൻ വലുതാകും. കാര്യം ശരിയുമോ? ഇറാനിൽ വലിയ നാട്ടുകാരുടെ വലിയ കലാപമൊക്കെ നടന്നു. ഇപ്പോൾ അത് ഒതുങ്ങിയെന്ന്. 1200 പേരെ ഖമേനെയി അങ്ങ് വെടിവെച്ച് കൊന്നു, തീർന്നു, സമരം അതോടെ അവസാനിച്ചു. അയാൾ മനുഷ്യനാണോ ചെകുത്താനാണോ എന്താണെന്ന് തീരുമാനിക്കാൻ പറ്റാത്തൊരു രൂപമാണ് ഈ ഖമേനെയി. അയാൾ അങ്ങോട്ട് വെടിവെക്കാൻ തലങ്ങും വിലങ്ങും വെടിവെച്ച് ഇപ്പോൾ പ്രക്ഷോഭകാരികൾ അങ്ങ് ചത്തുപോയി. എന്തു ചെയ്യും? 1200 പേരൊക്കെ ചത്തു കഴിഞ്ഞപ്പോൾ പ്രക്ഷോഭം ഒന്നും അടങ്ങി. മാത്രമല്ല, ഖമേനിക്ക് അവിടെ നല്ല സപ്പോർട്ടുണ്ട്. അയാളുടെ സപ്പോർട്ടേഴ്സ് എല്ലാം ഇറങ്ങിയിട്ട് അവർ വലിയ ജാഥയും സിന്ദാബാദും ഒക്കെ ആയിട്ട് അവരും നിൽക്കുന്നു. ഖമേനെയി പറഞ്ഞു, എൻ്റെ നാട്ടിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി അലമ്പുണ്ടാക്കിയിട്ട് അകത്തുനിന്ന് എന്നെ മറിച്ചിടാമെന്ന് ആരും സ്വപ്നം കാണണ്ട. നെതന്യാഹു തന്നോടും കൂടെയാണ് പറയുന്നതെന്ന് പറഞ്ഞ് നെതന്യാഹുവിനെ ഒന്ന് തോണ്ടി. നെതന്യാഹു പതിവ് പോലെ പറഞ്ഞു, കാണിച്ചു തരാടോ കിളവാ എന്നൊക്കെ പറഞ്ഞിട്ട് നെതന്യാഹു ബഹളമൊക്കെ വെച്ചിങ്ങനെ നിൽക്കുക. അമേരിക്ക കയറി അടിച്ചാൽ കൂടെ അടിക്കാൻ ഇസ്രായേൽ തയ്യാറാണ്, പക്ഷേ ആരും അടിക്കുന്നില്ല. ഇതിനിടയ്ക്ക് ട്രംപ് ഒരു ഡീല് നടത്താമെന്ന് പറഞ്ഞു ഇറാനുമായിട്ട്. സാധാരണ ഡീല് കഴിഞ്ഞിട്ടാണ് യുദ്ധത്തിൽ പോകാറുള്ളത്. ഇത് യുദ്ധം കഴിഞ്ഞിട്ട് ഡീല് മതി. ഡീൽ എന്താണെന്ന് എല്ലാവരും ഒക്കെ അന്വേഷിച്ച് കഴിഞ്ഞു. അപ്പോൾ ഡീൽ എന്താണെന്നറിയാമോ? കോടിക്കണക്കിന് രൂപ ഖമേനെയിക്ക് കൊടുക്കും. ഖമേനെയി അവിടെ നിന്ന് സ്ഥലം വിട്ടോളണം. ബന്ധുമിത്രാദികളെയെല്ലാം സേഫായിട്ട് വല്ല അസർബൈജാനിലോ റഷ്യയിലോ എവിടെയെങ്കിലും പോയിട്ട് സന്തോഷമായിട്ട് ജീവിച്ചോ. ഇതാണ് ഡീൽ. മെഡൂറോയ്ക്കും ഈ ഓഫർ ട്രംപ് കൊടുത്തിരുന്നതാണ്. വെനസ്വേലയിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി മെഡൂറോ ഉണ്ടല്ല, മെഡൂറോയോടും പറഞ്ഞു, എടാ ഒരു 500 കോടി രൂപ തന്നേക്കാം, നീ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് സന്തോഷമായിട്ട് ജീവിച്ചോ, ഈ വെനസ്വേല ഇങ്ങ് തന്നേക്ക്. മെഡൂറോ സമ്മതിച്ചില്ല. എന്നാൽ പിന്നെ പിടിച്ചുകൊണ്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് മെഡൂറോയെ പിടിച്ചുകൊണ്ട് പോകുന്നത്. ഇതേ നമ്പറാണ് ഖമേനെയിയുടെ അടുത്ത് ഇറക്കിയിരിക്കുന്നത്. ഖമേനെയി കാശ് എത്ര വേണമെന്ന് പറ, ഖമേനെയി അല്ലേ ഒരു 1000 കോടി രൂപ തന്നേക്കാം, ബന്ധുമിത്രാദികളുമായിട്ട് എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിച്ചു. ഇറാൻ ഇങ്ങ് വിട്ടോ. കാരണം ഇറാനിലെ എണ്ണയും പിണ്ണാക്കുമൊക്കെ ട്രംപിന് വേണം. ഇതാണ് ആവശ്യം. ഇത് കിട്ടാതെ അങ്ങനെ അടങ്ങില്ല. ഖമേനെയി പോയി തോട് തേകടാമെന്ന് പറയും. ഞാനിവിടെ വിടുന്ന പ്രശ്നമില്ല, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ തൊട്ട് കഴിഞ്ഞാൽ ഈ പ്രദേശം മുഴുവൻ ഞാൻ തീ വയ്ക്കും.
വയ്ക്കൂന്ന് പറഞ്ഞാൽ അയാൾ വയ്ക്കൂന്നേ. അമേരിക്ക അയാളെ ആക്രമിച്ചു എന്നുള്ള കാരണം കൊണ്ട് അയാൾ അയൽവക്കത്ത് കിടക്കുന്ന ഗൾഫ് കൺട്രീസിനെ മുഴുവൻ അയാൾ ആക്രമിക്കും. ഇവർക്കൊക്കെ അമേരിക്കൻ ബേസ് ഉണ്ട് എന്നുള്ള പേരും പറഞ്ഞു. അതുകൂടാതെ അയൽവക്കത്തുള്ള ഇറാഖിനിട്ടും ഒരാക്രമണം അങ്ങോട്ടും ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പാകിസ്ഥാൻ വെറുതെ കിടക്കുക, പാകിസ്ഥാനും 2 അടി കൊടുക്കുക. സുന്നി ഇവർ ഷിയായാണല്ലോ ഇറാൻ. അപ്പോൾ പാകിസ്ഥാൻ സുന്നിയാണ്, സുന്നിക്ക് 2 എണ്ണം കൊടുക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് പാകിസ്ഥാൻ 2 കൊടുക്കും. അങ്ങനെ ഖമനയി പറയുന്നത് ഞാൻ ഈ പ്രദേശം മുഴുവൻ അലമ്പാക്കും, ഞാനൊരു പക്ഷേ യുദ്ധത്തിൽ തോറ്റുപോകുമായിരിക്കും ട്രംപേ, പക്ഷേ ഇവിടെ കിടക്കപ്രതി ഇല്ലാതാക്കും, ഞാൻ നാട്ടുകാർക്ക് മുഴുവൻ വാൻ നാശനഷ്ടം ഉണ്ടാക്കും, ഞാൻ ഏതായാലും ഞാനോ മരിക്കാൻ പോകുന്നു, കൂടെയുള്ളവർ മരിക്കട്ടെ. അപ്പോൾ ട്രംപ് പറഞ്ഞു അതെന്താ താനീ അയലോകത്തുകാരെയൊക്കെ ആക്രമിക്കാൻ കാര്യം, എനിക്ക് വേറെ നിവൃത്തിയില്ല, എന്നിട്ട് എനിക്ക് തിരിച്ച് അമേരിക്ക വന്ന് തന്നെ തല്ലാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് വെച്ചിട്ടാണല്ലോ താനീ കളി കളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ അയൽവക്കത്തുള്ളവർ അവർ നിരപരാധികളായിരിക്കാം, എൻ്റെ സുഹൃത്തുക്കളായിരിക്കാം, പക്ഷേ എല്ലാത്തിനെയും ഞാൻ തട്ടും. അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ട്രംപ് ഡീൽ എന്നൊക്കെ പറഞ്ഞിട്ട് കാശ് തരാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. ഖമനയും മേടിക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നു. യുദ്ധം ഇന്ന് വരും നാളെ വരും, ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞിട്ട് യുദ്ധം വരുന്നില്ല. ഉടനെ ഒന്നും വരുന്ന ലക്ഷണവുമില്ല. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 4-5 ദിവസം കാത്തിരുന്നത്. എവിടെ യുദ്ധം തുടങ്ങുന്നുമില്ല. അതിനിടയ്ക്കാണ് മെഡൂറോയ്ക്ക് വേണ്ടി ഇവിടെ ആത്മാഹുതി ചെയ്ത ഒരു തമിഴിൻ്റെ വാർത്തയും വരുന്നത്. ഞാൻ എന്ത് ചെയ്യണം? അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു വീഡിയോ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാം. ഇത് ഇന്നമാതിരിയൊക്കെയാണ് ഇപ്പം നിൽക്കുന്നത്. ഏത് നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെടാമെന്ന് എല്ലാവരും പറയുന്നു. ഇറാനിൽ ഒരു ആണവ നിലയത്തിൽ അസാധാരണമായൊരു സ്ഫോടനം നടന്നു എന്ന് വാർത്തയുണ്ട്. ഇറാൻ പറയുന്നു അസാധാരണ സ്ഫോടനമല്ല, അതൊരു സാധാരണ സ്ഫോടനമാണ്, ഞങ്ങൾ ചില ട്രയൽ നടത്തുന്നതാണ്. ഈ ആണവ നിലയത്തിൽ സ്ഫോടനം വെച്ച് ട്രയൽ നടത്തുന്നത് കേട്ടുകഴിവില്ലാത്ത സംഗതിയാണ് കേട്ടോ. എന്തൊക്കെയോ കുഴപ്പം ഇറാനിൽ സംഭവിക്കുന്നുണ്ട്. കലാപമൊക്കെ അമർച്ച ചെയ്തെങ്കിലും കുഴപ്പങ്ങൾ തീർന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ അവസ്ഥ നിൽക്കുന്നു. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങളിത് കണ്ടുവരുമ്പോഴത്തേക്ക് ചിലപ്പോൾ വെടി പൊട്ടിയെന്ന് വരും. എല്ലാ വീഡിയോയിലും എനിക്ക് ഈ വാചകം ഒരു ഡിസ്ക്ലെയിമർ പോലെ പറയേണ്ടി വരുന്നു. കാരണം എപ്പോഴാ ആർക്കാ ഭ്രാന്ത് കയറിയിട്ട് ആരാരെ തല്ലും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നേരത്തെ നമുക്ക് പ്രവചിക്കാമായിരുന്നു ഒരു രാജ്യത്തെപ്പറ്റി, നമ്മുടെ രാജ്യമാണ്, നമ്മുടെ രാജ്യം ആരെയും ആക്രമിക്കുകയില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാമായിരുന്നു. ഇപ്പോൾ ദൈവം സഹിച്ച് എനിക്ക് ആ ഉറപ്പുമില്ല. കാരണം നമ്മൾ ചിലപ്പോൾ പാകിസ്ഥാനെ തല്ലും, ചിലപ്പോൾ ബംഗ്ലാദേശിനെ തല്ലും, ചിലപ്പോൾ മാലദ്വീപ്സിനിട്ട് അടി കൊടുക്കും, ചിലപ്പോൾ ശ്രീലങ്ക ആയിരിക്കും, ആരായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയധികമാണ് ഇവന്മാരെല്ലാം കൂടെ നമ്മളെ ചെയ്യുന്ന ശല്യം. മോദി ഒരു ഉത്തരവിടും പട്ടാളക്കാരൻ, എടാ അവനെ അങ്ങ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് കൈകാര്യം ചെയ്തേന്ന്. ആരെയാണ് ചേട്ടാ? ആ ബംഗ്ലാദേശിന്. ശരി, ചേട്ടൻ ഇടപെടരുത്, ചേട്ടൻ ഫോൺ ചെയ്യരുത്. ഇല്ല, ഞാൻ വിളിക്കുന്നേ ഇല്ല, നോ ഫോൺ, ഗോ ഹെഡ്. കഴിഞ്ഞു ബംഗ്ലാദേശിൻ്റെ കഥ. വരുന്നിടത്ത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പൊട്ടിട്ട് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഭാരതത്തെപ്പറ്റിയും എനിക്കിപ്പോൾ പറയാൻ ധൈര്യമില്ല. ഭാരതം ആരെയും ആക്രമിക്കുകയില്ല എന്നൊക്കെ പറയുന്ന പഴയ കഥയാണ്. ഇപ്പം അങ്ങനെയല്ല. ഭാരതവും ആരെ വേണമെങ്കിലും ആക്രമിക്കാമെന്നുള്ള സ്ഥിതിയാണ്. അത് വരികയും വേണം. നമുക്ക് ഈ നാട്ടിൽ ജീവിക്കണ്ടേ? ഇപ്പോൾ ഈ ലോകത്ത് ഭാരതത്തിനൊരു സ്ഥലം വേണ്ടേ? ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നും ഒക്കെ മെക്കിട്ട് കയറാനും ചൊറിയാനും ഒക്കെ തുടങ്ങി കഴിയുമ്പോൾ നമ്മളൊരു ദിവസം കത്തി വേണ്ടിറങ്ങിയിട്ട് 4 എണ്ണത്തെ കുത്തി നമ്മൾ മലത്തിയിടും. അതും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഡിസ്ക്ലൈമർ പറയുന്നത്. ഈ വീഡിയോ ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും ഇടയ്ക്ക് കുറേ മണിക്കൂറുകളുടെ അധ്വാനമുണ്ട്. അപ്പോൾ അതിനിടയ്ക്കായിരിക്കും യുദ്ധം പൊട്ടിപ്പുറപ്പെടുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ യുദ്ധമൊന്നും ഇല്ല എന്ന് പറയുന്നത് ഇപ്പോൾ യുദ്ധം തുടങ്ങിയല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മുൻകരുതലുകളായിട്ട് ഞാൻ ഈ മുൻകൂർ ജാമ്യാപേക്ഷ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. ഏത് നിമിഷവും യുദ്ധം നടന്നു എന്ന് വരാം, ആര് തമ്മിലും യുദ്ധം നടന്നു എന്ന് വരാം. താങ്ക് യു.